السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ സഹോദരികളെ, നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിൽ ഹിജ്റ വരുന്ന വഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ അത്ഭുതകരവും അസാധാരണവുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ ഖുബായിലേക്ക് എത്തുകയാണ്. നുബുവത്തിന്റെ 14-ാമത്തെ വർഷം, റബീഉൽ അവ്വൽ മാസം 8-ാം തീയതി തിങ്കളാഴ്ച, അഥവാ ഹിജ്റയുടെ 1-ാമത്തെ വർഷം, ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ 23-ാം തീയതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രാന്തപ്രദേശമായ ഖുബായിൽ കുൽസൂം ഇബ്നു അൽ ഹദമിന്റെ അടുക്കൽ ഇറങ്ങുകയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ ഇറങ്ങിയത്. അദ്ദേഹം അൻസ്വാരികളിൽപ്പെട്ട ഔസ് ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായ സഹാബിയാണ് കുൽസൂം ഇബ്നുൽ ഹദം റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖുബായിലെ തൻ്റെ വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന വഴിക്ക് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇറങ്ങി. എന്നാൽ മദീനക്കാരാകട്ടെ പട്ടണത്തിന് വെളിയിൽ വന്ന് നിത്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിപ്പാണ്. റസൂലുള്ളാഹി വരുന്നു എന്ന് അവർക്കറിയാം, പുറപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ എപ്പോൾ എത്തും, പ്രവാചകൻ എപ്പോഴാണ് എത്തുക, അതിങ്ങനെ കാത്തിരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരെത്തി. ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസം തങ്ങി. അവിടെ ഒരു പള്ളി പണിതു. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പള്ളിയാകുന്നു മസ്ജിദ് ഖുബായിലെ പള്ളി. ഇസ്ലാമിലെ പ്രഥമ പള്ളിയാണ്, മസ്ജിദാണ് മസ്ജിദ് ഖുബ. ഖുബാ മസ്ജിദ് എന്ന് പറയാനുള്ള കാരണം, അവിടെ ഖുബാ എന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിലേക്ക് ചേർത്തുകൊണ്ട് ആ സ്ഥലം ഖുബ എന്നറിയപ്പെട്ടു. അവിടെ ഒരു പള്ളി പണിതപ്പോൾ ആ പള്ളിയും മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നതാണ് ചരിത്രം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങിയതിൻ്റെ 5-ാമത്തെ ദിവസം വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടുന്ന് വാഹനത്തിൽ കയറി യാത്ര തുടർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിലുത്തിയാണ് യാത്ര. തൻ്റെ സഹയാത്രികനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടുന്ന് തൻ്റെ അമ്മാവന്മാരായ ബനൂ നജ്ജാറിലേക്ക് ആളെ പറഞ്ഞയച്ചു. അവർ വാളുകളും ധരിച്ചെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വലയത്തിനുള്ളിലായിക്കൊണ്ട് മദീനയിലേക്ക് യാത്ര തുടർന്നു. ബനൂ സാലിം ഇബ്നു ഔഫിന്റെ അടുത്തെത്തിയപ്പോൾ ജുമുഅ നമസ്കാരത്തിന് സമയമായി. അവിടുത്തെ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊണ്ട് ജുമുഅ നമസ്കരിച്ചു. അവർ 100 പേരുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
മദീന യാത്രയിലുള്ള ആദ്യത്തെ ജുമഅ അത് ബനു സാലിം ഇബ്നു ഔഫിന്റെ അടുത്ത് വെച്ചാണ്, അവിടുത്തെ താഴ്വരയിലാണ്. ഇന്ന് നമുക്ക് മദീനയിൽ മസ്ജിദുൽ ജുമഅ എന്ന പേരിൽ ആ പള്ളി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജുമഅ നമസ്കരിച്ച ആ താഴ്വര, അവിടെ പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണറായിരിക്കുന്ന സന്ദർഭത്തിൽ ചരിത്രപരമായ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പള്ളി പണിതിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജുമഅ നമസ്കരിച്ച സ്ഥലം പിന്നീട് പള്ളിയാക്കി മാറ്റി. അപ്പൊ വാദി സാലിം, ബനു സാലിം ബിൻ ഔഫിന്റെ അടുക്കൽ, അതായത് ആ താഴ്വര, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സന്ദർഭത്തിൽ ആ ജുമഅയിൽ പങ്കുകൊണ്ട ആളുകൾ 100 പേരുണ്ടെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയിലേക്കുള്ള ഹിജ്റയിൽ ഖുബാ മുതൽ ബനു സാലിമിന്റെ വാദി സാലിം വരെയുള്ള കാര്യങ്ങൾ. അവിടെ തങ്ങിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഓരോ സഹാബികളും ഖുബായിലേക്ക് എത്തി. പ്രവാചകൻ അവരെയൊക്കെ സ്വീകരിച്ചു. അങ്ങനെ അവരൊക്കെ ആയിട്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താകുന്നത്, മദീനയിലേക്ക് പുറപ്പെടുന്ന, ഹിജ്റ പോകുന്നത്. അപ്പൊ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടപ്പുണ്ട്. എന്തെല്ലാം ത്യാഗങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ നിലനിർത്തുവാൻ വേണ്ടി, അത് കൃത്യമായി ആളുകൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടിയും അത് സ്ഥാപിക്കുവാൻ വേണ്ടിയും ഒക്കെ പണിയെടുത്തതും പ്രയാസപ്പെട്ടതുമെന്ന് നമ്മൾ ചരിത്രം വായിച്ചു മനസ്സിലാക്കണം. മഹാസംഭവമല്ലേ അത് പ്രവാചകന്റെ ഹിജ്റ? അതൊരു വലിയ സംഭവം തന്നെയാണല്ലോ ഹിജ്റ. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കൊരു കലണ്ടർ വേണമെന്നൊരു തീരുമാനമുണ്ടാകുമ്പോൾ തീയതി എഴുതാൻ, ഓരോ കാര്യങ്ങളും തീയതി കുറിക്കാൻ, കത്തുകളിലൊക്കെ തീയതി കുറിക്കാൻ ഒരു കലണ്ടർ സംവിധാനം വേണമെന്ന് ചർച്ചയുണ്ടായപ്പോൾ അതിനുവേണ്ടി കൂടിയ ആ സമിതി പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചെങ്കിലും അതിൽ പ്രവാചകന്റെ ജനനമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പ്രവാചകന്റെ വഫാത്തുണ്ട്, പ്രവാചകന്റെ വഹി ലഭിച്ചതുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെ പല ചർച്ചകളും കടന്നു വന്നെങ്കിലും ഉമർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുത്തത്, പ്രാധാന്യപൂർവ്വം അത് സ്വീകരിച്ചത് പ്രവാചകന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ തീയതിയാണ്. അങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് നാം ഒക്കെ ഉപയോഗിക്കുന്ന കലണ്ടർ ഹിജ്റ വർഷ കലണ്ടറായി മാറുന്നത്. അപ്പോ അതൊരു വലിയ സംഭവമാണ് ഹിജ്റ. മക്ക മുതൽ മദീന വരെയുള്ള പ്രവാചകന്റെ യാത്ര നമ്മൾ ചരിത്രം വിശദമായി പഠിക്കണം. ഒരുപാട് കാര്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ യാത്ര. അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു തആല സംരക്ഷിച്ചു കൊണ്ടുപോയ യാത്ര. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതെയാക്കി സുരക്ഷിതനായി ശാന്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ ഇറങ്ങുമ്പോൾ, എന്നിട്ട് അവിടെ തങ്ങിയിട്ട് ആളുകളെയൊക്കെ സ്വീകരിച്ച് അവിടെ ഒരു പള്ളി പണിത് അവിടുന്ന് പിന്നീട് യാത്രയായി ജുമഅ നമസ്കാരവും കഴിഞ്ഞ് പിന്നീട് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്ന യാത്രയുണ്ടല്ലോ, വളരെ സന്തോഷകരമായ യാത്രയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅ നമസ്കാരത്തിന്റെ ശേഷം യാത്ര തുടർന്നു. അവിടുന്ന് മദീനയിലെത്തി. അന്ന് വരെ മദീന യസ്രിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ യസ്രിബ് എന്നറിയപ്പെട്ട ആ രാജ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനത്തോടുകൂടെ അന്നു മുതൽ മദീനത്തു റസൂൽ അഥവാ പ്രവാചകന്റെ പട്ടണം എന്നറിയപ്പെടാൻ തുടങ്ങി. അൻസാറുകളായ മദീനാവാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആതിഥ്യമരുളാൻ മത്സരിക്കുകയായിരുന്നു. തങ്ങളുടെ അടുക്കൽ വിശിഷ്ടാതിഥിയായി തങ്ങണമെന്ന് അഭ്യർത്ഥന നടത്തിയവർ ഓരോരുത്തരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ
കടിഞ്ഞാൻ പിടിച്ചു വലിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വളരെ നന്ദി പുരസ്സരം പറഞ്ഞു, ആ ഒട്ടകത്തെ സ്വതന്ത്രമായി വിട്ടേക്കുക. എവിടെ നിൽക്കണമെന്ന് അതിന് കൽപ്പന കിട്ടിയിട്ടുണ്ട്, എവിടെ ഇറങ്ങണമെന്ന് കൽപ്പന കിട്ടിയിട്ടുണ്ട്. അള്ളാഹു കൽപ്പിച്ച സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തി. അത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങും മുമ്പ് അത് എഴുന്നേറ്റു, കുറച്ചുകൂടി മുന്നോട്ട് നടന്നു, തിരിഞ്ഞു നോക്കി, എന്നിട്ട് ആദ്യം മുട്ടുകുത്തിയ അതേ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്നു. വീണ്ടും മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പള്ളി നിൽക്കുന്ന സ്ഥലം. ഇന്ന് പ്രവാചകന്റെ പള്ളി നിൽക്കുന്ന സ്ഥലമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. പ്രവാചകൻ മക്ക വിട്ടതിന്റെ ശേഷം 3 ദിവസം കൂടി അലി റളിയല്ലാഹു അൻഹു മക്കയിൽ തങ്ങി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്ത അമാനത്തൊക്കെ തിരിച്ചേൽപ്പിക്കാനുണ്ടല്ലോ, തങ്ങി. അതെല്ലാം കൊടുത്തതിന്റെ ശേഷം അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുബായിൽ വെച്ച് സന്ധിച്ചു. ഇതാണ് പ്രവാചകന്റെ മദീന വരെയുള്ള ആ യാത്രയുടെ സംഗ്രഹം. നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.